ഹായ്, വെൽക്കം ടു ക്രാക്ക്. നമ്മൾ നോക്കാൻ പോകുന്ന കറണ്ട് അഫയറിന്റെ അടുത്ത ക്ലാസ്സിലേക്കാണ്. ഇപ്പോൾ ക്ലാസ്സിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. മറ്റൊന്നുമല്ല, ഇപ്പം നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ലൊരു ടൈമാണ് ഇപ്പോൾ പി എസ് സി പഠിക്കുന്നവർക്ക് കിട്ടിയിരിക്കുന്നത്. വളരെ നല്ല അത്ര നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ടൊരു ടൈമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. പറഞ്ഞാൽ ഇഷ്ടം പോലെ നോട്ടിഫിക്കേഷൻസ് ആണ് ഇപ്പം വന്നിരിക്കുന്നത്. ഇന്ന് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വരും. കഴിഞ്ഞ മാസം കമ്പനി ബോർഡുകളുടെ വന്നു, കമ്പനിയുടെ LGS വന്നു, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വന്നിട്ടുണ്ട്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ലെവലിൽ ഇഷ്ടം പോലെ എക്സാമുകളാണ് വന്ന് നടക്കുന്നത്. ഡിഗ്രി ലെവലാകട്ടെ, ഇപ്പോഴത്തെ 10th ലെവലിന്റെ VFA വരുന്നുണ്ട്, 7th ലെവൽ LGS വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് എക്സാമുകൾ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും വളരെ നന്നായിട്ട് തന്നെ നോക്കണമെന്നാണ് ഞാൻ പറയുന്നത്. PSC നോക്കുന്നവർ സീരിയസ് ആയിട്ട് ഏറ്റവും നല്ലൊരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇഷ്ടം പോലെ ഒഴിവുകളുള്ള പോസ്റ്റുകളിലേക്കൊക്കെയാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. അപ്പൊ വളരെ നല്ലൊരു അവസരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അപ്പൊ അതാരും പാഴാക്കി കളയരുത്. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നു വിശ്വസിക്കുന്നു. ക്ലാസ് തുടങ്ങാം. ഇപ്പൊ ആദ്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് ജയകുമാറാണ് കേട്ടോ. ആരാണ്? ജയകുമാർ. ഇത് നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, കാരണം ഇപ്പൊ ന്യൂസുകളിൽ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണല്ലോ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പറ്റി. അപ്പൊ അതിനകത്ത് പുതിയ പ്രസിഡന്റ് ആയ കാര്യമൊക്കെ വളരെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയർ. കാരണം ഇഷ്ടം പോലെ എപ്പോ TV പറഞ്ഞാലും ഇപ്പൊ ഇതിനെപ്പറ്റി ഇങ്ങനെ കാണാവുന്നതാണ്. അപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനാരായെന്ന് ജയകുമാർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റ് നിയമിതനായത് ജയകുമാർ. ഏത് ദിനമാണ് എല്ലാ വർഷവും രജിസ്ട്രേഷൻ ദിനമായിട്ട് ആചരിക്കാൻ കേരള സർക്കാർ രജിസ്ട്രേഷൻ വകുപ്പ് തീരുമാനിച്ചത്? ഏതാണ്? ജനുവരി 4ആണ്. ജനുവരി 4ആണ് എല്ലാ വർഷവും രജിസ്ട്രേഷൻ ദിനമായിട്ട് ആചരിക്കുന്നത്. രജിസ്ട്രേഷൻ ദിനമായിട്ട് ആചരിക്കുന്നത് ഏതാണ്? ജനുവരി 4. ഇനിയിപ്പോൾ ഓർത്ത് വെച്ചോളൂ, രജിസ്ട്രേഷൻ ദിനം, കേരള രജിസ്ട്രേഷൻ വകുപ്പിന്റെ രജിസ്ട്രേഷൻ ദിനം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജനുവരി 4ആണ് കേട്ടോ. ഇനി കേരളത്തിൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും RPF-ഉം റെയിൽവേ പോലീസും ചേർന്ന് ആരംഭിച്ച പരിശോധനയാണ് രക്ഷിത. ഈ പരിശോധന സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു മറ്റേ കള്ളു കുടിച്ചിട്ട് ഒരു പുള്ളി വന്നിട്ട് ഒരു സ്ത്രീനെ, ഒരു ലേഡീനെ ചവിട്ടി, ട്രെയിനിൽ ചവിട്ടി ആക്രമിച്ചതും ചവിട്ടി പുറത്തേക്ക് ഇട്ടതും ഒക്കെ പറഞ്ഞ് നമ്മൾ ന്യൂസൊക്കെ കണ്ടില്ലേ? അതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പദ്ധതി അവർ കൊണ്ടുവന്നത്, ഇങ്ങനെ ഒരു പരിശോധനയ്ക്ക് വേണ്ടിയുള്ള ഒരു സംഭവം കൊണ്ടുവന്നത്. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു പരിപാടി അവർ കൊണ്ടുവന്നത്. അപ്പൊ ഇതെന്തായാലും ഓർത്തിട്ട്, കാരണം ഇത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയർ ആണ്. കേരളത്തിൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിൽ RPF-ഉം ആരൊക്കെയാണ്? RPF-ഉം റെയിൽവേ പോലീസും ചേർന്ന് ആരംഭിച്ച പരിശോധനയാണ് കേട്ടോ. അപ്പൊ രക്ഷിത് ആരൊക്കെ ചേർന്നാണ് നടത്തുന്നതെന്ന് ചോദിക്കാം. അത് RPF-ഉം റെയിൽവേ പോലീസും കേട്ടോ. RPF-ഉം റെയിൽവേ പോലീസും ചേർന്നാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പയിര് നിക്ഷേപമുള്ള രാജ്യം ഏതാണെന്ന് വെച്ചാൽ അത് ഓസ്ട്രേലിയ കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പയിര് നിക്ഷേപമുള്ള രാജ്യം ചോദിച്ചാൽ ഏതാണ്? അത് ഓസ്ട്രേലിയ കേട്ടോ. ഇനി ഇന്ത്യയുടെ 53ാം ചീഫ് ജസ്റ്റിസായി നിയമിതനായതാരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത് കേട്ടോ. ജസ്റ്റിസ് സൂര്യകാന്ത് ആണ് ഇന്ത്യയുടെ 53ാം ചീഫ് ജസ്റ്റിസായിട്ട് നിയമിതനായത്. ഈ സർക്കാർ വാഹനങ്ങൾക്ക് ഇനി നടപ്പിലാക്കാൻ പോകുന്ന ഏകീകൃത നമ്പർ പ്ലേറ്റ് സീരീസ് എത്രയാണ്? അത് KL90 ആണ് കേട്ടോ. KL90 ആണ് സർക്കാർ വാഹനങ്ങൾക്ക് ഇനി നടപ്പാക്കാൻ പോകുന്ന ഏകീകൃത നമ്പർ പ്ലേറ്റ്. ഏതാണ്? KL90 അല്ലെങ്കിൽ KL90. ഈ വിക്കിപീഡിയക്ക് ബദലായി ഇലോൺ മസ്ക് പുറത്തിറക്കിയ ഓൺലൈൻ വിജ്ഞാപന കോശമാണ് ഗ്രോക്കിപീഡിയ. ഏതാണ്? ഗ്രോക്കിപീഡിയ. കാരണം ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ ഈ ടെക്നോളജി അല്ലെങ്കിൽ ടെക്നിക്കൽ പരമായിട്ടുള്ള കറണ്ട് അഫയർ ഒരുപാടായിട്ട് അവർ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ കമ്പ്യൂട്ടറിനകത്ത് കൂടുതൽ കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങളിൽ അവർ ഒരു ക്വസ്റ്റൻ നോക്കി, ഒന്നോ രണ്ടോ ക്വസ്റ്റൻ നോക്കിയേ കൂടുതലായിട്ട് അവർ മറ്റേ ഇവരുടെ കമ്പ്യൂട്ടർ ബേസ് ആയിട്ട് ചോദിക്കുള്ളൂ. കമ്പ്യൂട്ടർ ബേസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ ഈ തിയറി ആയിട്ട് ചോദിക്കുള്ളൂ. ബാക്കി എല്ലാം ചോദിക്കുന്നത് കറണ്ട് അഫയർ ആയിരിക്കും ചോദിക്കുന്നത്. ഹിസ്റ്ററി അല്ലെങ്കിൽ ബാക്കി ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടത് അധികം ചോദിക്കില്ല. ഈ ടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടറായിട്ട് കൂടുതൽ ചോദിക്കുന്നവർ കറണ്ട് അഫയർ തന്നെ ആയിരിക്കും ഒരുപാട് ചോദിക്കുക. അപ്പൊ ഇതെന്തായാലും അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. വിക്കിപീഡിയക്ക് ബദലായിട്ട് ഇലോൺ മസ്ക് കൊണ്ടുവന്നതാണ് ഇത് ഗ്രോക്കിപീഡിയ. പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ആവും. പിന്നെ അവര് ഓപ്ഷൻ ഇടുന്ന പോലെ ഇരിക്കും കേട്ടോ. നമുക്ക് ചിലപ്പോൾ അതുകൊണ്ട് തന്നെ പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. കാരണം ഇത് ഗ്രോക്കിപീഡിയ എന്നാണെങ്കിൽ കുറെ 4 ഓപ്ഷനുകളിലും PDF വെച്ചുള്ള ഓപ്ഷനാണ് അവർ തരുന്നതെങ്കിൽ നമ്മൾ കുടുങ്ങിപ്പോവുള്ളൂ. അല്ലെങ്കിൽ ഗ്രോക്കിപീഡിയ എന്നുള്ളത് നമുക്ക് കാണുമ്പോഴേ കിട്ടുന്നതാണ്. ഇനി സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ടാക്സി സർവീസ് ഏതാണ്? അത് ഭാരത് ടാക്സി കേട്ടോ. ഭാരത് ടാക്സി ആരാണ് കൊണ്ടുവരുന്നത്? കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. എന്തിനു വേണ്ടിയാണ്? സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുക. പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുക എന്നാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. എന്താണ്? പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുക എന്നാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. അതിന് ആരംഭിച്ച ടാക്സി സർവീസ് ഏതാണ്? ഭാരത് ടാക്സി. ഇനിയാണ് ഒരു കുഞ്ഞിനെ വർഷങ്ങളോളം കാത്തിരുന്നവർക്ക് പ്രതീക്ഷയ്ക്ക് ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഇത് ജനനി. അതായത് ജനനി എന്ന് പറഞ്ഞാൽ ഏത് വകുപ്പ് ആരംഭിച്ചാണ്? ഹോമിയോപ്പതിയാണ് കേട്ടോ. ഇംഗ്ലീഷ് മരുന്നല്ല, ഹോമിയോപ്പതിയിലുള്ളതാണ്, ആയുർവേദം അല്ല, ഹോമിയോപ്പതി. പ്രത്യേകം ഓർത്തിരിക്കുക, ഹോമിയോപ്പതി വകുപ്പിന്റെ ആണ് ഇത് ജനനി എന്ന് പറഞ്ഞത്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഒരു കുഞ്ഞിനെ വർഷങ്ങളോളം കാത്തിരിക്കുന്നവർക്ക് വേണ്ടി, അതായത് കുഞ്ഞ് ജനിക്കാത്തവർക്ക് അതിനുള്ള ചികിത്സ, അങ്ങനെ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഈ ഹോമിയോപ്പതിന്റെ ഒരു പദ്ധതിയാണ് ഇത് ഈ ജനനി എന്ന് പറയുന്നത്.
ലോകത്തിലെ ആദ്യത്തെ 6G പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ചോദിച്ചാൽ ഏതാണ്? ചൈനയാണ് കേട്ടോ. ലോകത്തിലെ ആദ്യത്തെ 6G പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ചോദിച്ചാൽ ചൈനയാണ്. സാധാരണ ഇത് ചൈന തന്നെയുള്ളൂ. കാരണം ഇങ്ങനത്തെ ടെക്നോളജിക്കൽ പരമായിട്ടൊക്കെ വരുമ്പോൾ ആദ്യം തന്നെ വരുന്നത് മിക്കതും ചൈനയിൽ നിന്നാണ് വരുന്നത്. അപ്പം ലോകത്തിലെ ആദ്യം 6G പരീക്ഷണം നടത്തിയ രാജ്യം ചോദിച്ച ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ചോദിച്ചാൽ ഏതാണ്? ചൈനയാണ് കേട്ടോ. ഇനി കുസാറ്റ് ദക്ഷിണേന്ത്യയിലെ സർവകലാശാല തലത്തിൽ സ്ഥാപിച്ച ഏറ്റവും വലിയ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് സംവിധാനം ഏതാണ്? തേജസ്വി ഉണ്ട്. ഏതാണ്? തേജസ്വിയാണ്. അത് ഏതാണ്? ആരാണ് നടത്തിയത്? കുസാറ്റ് ആണ് കേട്ടോ. കുസാറ്റ് ദക്ഷിണേന്ത്യയിലെ സർവകലാശാല തലത്തിൽ സ്ഥാപിച്ചാണ് കേട്ടോ. ഏറ്റവും വലിയ ഹൈബ്രിഡ് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് സംവിധാനം. എന്താണ്? ഹൈബ്രിഡ് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് സംവിധാനം തേജസ്വി. അപ്പൊ ഈ തേജസ്വി എന്താണെന്ന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹൈബ്രിഡ് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് സംവിധാനമാണ് ഇത് തേജസ്വി എന്ന് പറയുന്നത് കേട്ടോ. ഇനിയാണ് രാജ്യത്തെ ഏറ്റവും വീതിയേറിയ സിംഗിൾ പിയർ മേൽപ്പാലം. കേരളത്തിലെ ഏക സിംഗിൾ പിയർ മേൽപ്പാലം. നിലവിൽ വന്ന ദേശീയപാത ഏതാണ്? NH66. രാജ്യത്തിലെ ഏറ്റവും വീതിയേറിയ സിംഗിൾ പിയർ മേൽപ്പാലം എന്ന് ചോദിച്ചാൽ എവിടെയാണ്? അത് NH66ലാണ്. അതേ പാലം തന്നെയാണ് കേരളത്തിലെ ഏക സിംഗിൾ പിയർ മേൽപ്പാലം കേട്ടോ. കേരളത്തിലെ ഏക സിംഗിൾ പിയർ മേൽപ്പാലം, രാജ്യത്തിലെ ഏറ്റവും വീതി കൂടി സിംഗിൾ പിയർ മേൽപ്പാലം വരുന്നത് എവിടെയാണ്? അത് NH66ലാണ് കേട്ടോ. ഇനി ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കർഷകർ ഡിജിറ്റൽ വിവരങ്ങളും ഓരോ സീസണിലും കൃഷിയിടത്തെയും വിളകളെയും പറ്റി സർവേ നടത്തി വിവരശേഖരണം നടത്തുന്ന പ്രവർത്തനം എന്താണ്? ഡിജിറ്റൽ ക്രോപ്പ് സർവേ ആണ് കേട്ടോ. എന്താണത്? ഡിജിറ്റൽ ക്രോപ്പ് സർവേ ആണ് കേട്ടോ. അത് ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കർഷകരുടെ ഡിജിറ്റൽ വിവരങ്ങളും ഓരോ സീസണിലും കൃഷിയിടത്തെയും വിളകളെയും പറ്റി സർവേ നടത്തി വിവരശേഖരണം നടത്തുന്ന പ്രവർത്തനമാണ് ഇത് ഡിജിറ്റൽ ക്രോപ്പ് സർവേ എന്ന് പറയുന്നത്. എന്താണ്? എന്ത് സർവേ ആണ്? ഡിജിറ്റൽ ക്രോപ്പ് സർവേ. ഇനിയിപ്പോ വേണമെങ്കിൽ ഡിജിറ്റൽ ക്രോപ്പ് സർവേ എന്താണെന്ന് ചോദിക്കാം. എന്താണ്? ആധുനിക സാങ്കേതിക ഉപയോഗിച്ച് കർഷകരുടെ ഡിജിറ്റൽ വിവരങ്ങൾ ഓരോ സീസണിലും കൃഷിയിടത്തെയും വിളകളെയും പറ്റിയുള്ള സർവേ ആണ് കേട്ടോ. അപ്പൊ കർഷകരുടെയും കൃഷിയിടത്തെയും വിളവിനെ പറ്റിയൊക്കെയുള്ള സർവേ ആണിത് ഡിജിറ്റൽ ക്രോപ്പ് സർവേ എന്ന് പറയുന്നത് കേട്ടോ. ഇനി മികച്ച ബ്രാൻഡിനുള്ള മെട്രോ ഫുഡ് അവാർഡ് ലഭിച്ച ആർക്കാണ്? അത് മിൽമയ്ക്കാണ് കേട്ടോ. കേരളത്തിന്റെ തനത് പാല് സംരംഭമാണല്ലോ മിൽമ എന്ന് പറയുന്നത്. അപ്പൊ മികച്ച ബ്രാൻഡിനുള്ള മെട്രോ ഫുഡ് അവാർഡ് ലഭിച്ചത് ആർക്കാണ്? അത് മിൽമയ്ക്ക് തന്നെയാണ് കേട്ടോ. മികച്ച ബ്രാൻഡിനുള്ള മെട്രോ ഫുഡ് അവാർഡ് ലഭിച്ചത് മിൽമയ്ക്കാണ്. ഈ 2020 സ്വച്ഛ് സർവേക്ഷൺ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും മലിനമായ നഗരം ചോദിച്ചാൽ മധുരയാണ് കേട്ടോ. തമിഴ്നാട്ടിലെ മധുരയാണ്. തമിഴ്നാട്ടിലെ മധുര എന്ന് പറഞ്ഞ നഗരമാണ് ഇത്. 2020 സ്വച്ഛ് സർവേക്ഷൺ റിപ്പോർട്ട് വരെ രാജ്യത്തെ ഏറ്റവും മലിനമായ നഗരം ചോദിച്ചതാണ് മധുരയാണ്. അത് നോർത്തിലുള്ള മധുരയല്ല, തമിഴ്നാട്ടിലെ മധുരയാണ്. തമിഴ്നാട്ടിലെ മധുരയാണ് ഇത്. സർവേ റിപ്പോർട്ട് വരെ രാജ്യത്തെ ഏറ്റവും മലിനമായ നഗരം ഏതാണ്? തമിഴ്നാട്ടിലെ മധുര. അടുത്തിടെ ഇന്ത്യ ലോകത്തിൽ എത്രാമത്തെ ശക്തമായ വ്യോമസേനയായാണ് മാറിയത്? അത് മൂന്നാമത്തെ കേട്ടോ. ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും ശക്തമായ വ്യോമസേനയായി മാറിയത് ഇന്ത്യയാണ് കേട്ടോ. ഇന്ത്യയാണ് ലോകത്തിലെ മൂന്നാമത്തെ ശക്തമായ വ്യോമസേനയായി മാറിയത്. ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി ലൈൻ ഫ്രീ ഫ്ലോ ടോൺ പ്ലാസ സ്ഥിതി ചെയ്യുന്നത് സംസ്ഥാനം ഏതാണ്? അത് ഗുജറാത്ത് ആണ്. ഇന്ത്യയിലെ എന്താണ്? ആദ്യത്തെ മൾട്ടി ലൈൻ ഫ്രീ ഫ്ലോ ടോൾ പ്ലാസ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അത് ഗുജറാത്ത് ആണ് കേട്ടോ. അത് ഗുജറാത്ത് ആണ്. നഗ്മ മുഹമ്മദ് മാലിക് ഏത് രാജ്യത്തെ അംബാസിഡറായ മലയാളി വനിതയാണ്? ജപ്പാനാണ് കേട്ടോ. നഗ്മ മുഹമ്മദ് മാലിക് ഏത് രാജ്യത്തെ അംബാസിഡറായ മലയാളി വനിതയാണ്? ജപ്പാനിലാണ് കേട്ടോ. ജപ്പാനിലെ അംബാസിഡറായ മലയാളിയാണ് നഗ്മ മുഹമ്മദ് മാലിക്. ആരാണ്? നഗ്മ മുഹമ്മദ് മാലിക്. ഏത് രാജ്യത്തെ അംബാസിഡറാണ്? ജപ്പാനിലെ കേട്ടോ. ജപ്പാനിലെ വനിതാ അംബാസിഡറാണ്. അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ അക്കാദമി മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ സിനിമ ഏതാണ്? ഭ്രമയുവാണ് കേട്ടോ. ഇപ്പൊ ഭ്രമയുഗത്തിന് ഒരുപാട് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. നമുക്ക് സംസ്ഥാന അവാർഡുകൾ തന്നെ ലഭിച്ചിട്ടുണ്ട്. മമ്മൂക്കയ്ക്ക് മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് അത് ഭ്രമയുഗത്തിനായിരുന്നു ലഭിച്ചത്. അത് മമ്മൂക്കയ്ക്ക് ലഭിച്ചത് ഭ്രമയുഗം എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഒരുപാട് പുരസ്കാരങ്ങൾ ആ സിനിമയ്ക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ ലഭിക്കുന്നതാണ് അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ അക്കാദമി മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ സിനിമ ഏതാണ്? അതും ചോദിച്ചാൽ ഭ്രമയുഗമാണ് കേട്ടോ. ഇനി 2025 കേരള സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന് വേദിയാവുന്ന ജില്ല ഏതാണ്? പാലക്കാട്. 2025 കേരള സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന് വേദിയാവുന്ന ജില്ല ഏതാണ്? പാലക്കാടാണ്. ഇനി 2025 കേരള സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ജേതാക്കളായ ജില്ല ചോദിച്ചാൽ അതാണ് മലപ്പുറം കേട്ടോ. ശാസ്ത്രോത്സവം നടന്നവിടെയാണ് പാലക്കാടാണ്. അതിൽ ജേതാക്കളായത് ഏത് ജില്ലയാണ്? അത് മലപ്പുറം കേട്ടോ. അത് അരങ്ങേറിയത് പാലക്കാടാണ്, എന്നാൽ അത് ജേതാക്കളായത് മലപ്പുറമാണ്. ഈ 2025 നവംബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് ബീഹാറാണ് കേട്ടോ. 2025 നവംബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് എവിടെയാണ്? ബീഹാറിലാണ്. 2025 നവംബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനം. ഈ ഇന്ത്യൻ ദേശീയ ഗീതം ആരംഭിച്ചതിന്റെ എത്രാമത്തെ വാർഷികമാണ് 2025 നവംബറിൽ ആചരിക്കുന്നത്? 150ാമത്തെ കേട്ടോ. ഇന്ത്യൻ ദേശീയ ഗീതം ആരംഭിച്ചതിന്റെ എത്രാമത്തെ വാർഷികമാണ് 2025 നവംബറിൽ ആചരിക്കുന്നത്? 150ാമത്തെ കേട്ടോ. 150ാമത്തെ ദേശീയ ഗീതം ആരംഭിച്ചതിന് 150ാമത്തെ വർഷം കേട്ടോ. എന്നാണ് 2025 നവംബറിൽ 150. അത് ഇമ്പോർട്ടന്റ് ആണ്. റൗണ്ടഡ് ഫിഗർ ആണ്. അതുകൊണ്ട് തന്നെ എന്തായാലും ചോദിക്കും. 150 ആയതുകൊണ്ട് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.
2021 നവംബറിൽ തകർന്ന ഹോങ്കി പാലം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? അത് ചൈനയാണ്. 2021 നവംബറിൽ തകർന്ന ഹോങ്കി പാലം സ്ഥിതി ചെയ്യുന്ന രാജ്യം ചൈനയാണ്. അത് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയില്ല, അതൊരു നമുക്ക് ഇന്ത്യൻ പേരല്ല എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, അതൊരു ചൈനീസ് പേരാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായല്ലോ ഹോങ്കി എന്നുള്ളത്. അപ്പൊ ആ പാലം സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്. 2021 നവംബറിലാണ് ഇത് തകർന്നത്. ഈ ലോക ആരോഗ്യ സംഘടനയുടെ 2025 പരമ്പരാഗത വൈദ്യശാസ്ത്ര ആഗോള ഉച്ചകോടിക്ക് വേദിയാവുന്ന എവിടെയാണ്? അത് ന്യൂഡൽഹിയാണ് കേട്ടോ. ലോക ആരോഗ്യ സംഘടനയുടെ 2025 പരമ്പരാഗത വൈദ്യശാസ്ത്ര ആഗോള ഉച്ചകോടിക്ക് വേദിയാവുന്നത് ന്യൂഡൽഹി. ഇനി മേക്കെ ദാട്ടു ഡാം പ്രൊജക്ട് നിലവിൽ വരുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കർണാടകയാണ് കേട്ടോ. അപ്പൊ മേക്കെ ദാട്ടു ഡാം പ്രൊജക്ട് എവിടെയാണ് നിലവിൽ വരുന്നത്? കർണാടകയിലാണ്. ഇനി കർണാടക അടുത്തതായി നിലവിൽ വരാൻ പോകുന്ന പ്രൊജക്ട് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? മേക്കെ ദാട്ടു ഡാം. ഈ 2020 നവംബറിൽ നാവിക ദിനത്തോടനുബന്ധിച്ച് കൃത്രിമ തീര നിർമ്മാണം നടക്കുന്ന കേരളത്തിൽ കടൽ തീരം ഏതാണ്? ശംഖുമുഖമാണ് കേട്ടോ. എവിടെയാണ്? ശംഖുമുഖത്താണ് 2020 നാവിക ദിനത്തോടനുബന്ധിച്ച് കൃത്രിമ തീര നിർമ്മാണം നടക്കുന്ന കേരളത്തിൽ കടൽ തീരം. ഇനി നാവിക ദിനത്തിന്റെ ആഘോഷം നടക്കുന്നത് എവിടെയാണ്? ശംഖുമുഖം ബീച്ച് വെച്ചുണ്ടോ. ശംഖുമുഖം ഇവിടെ തന്നെ കടൽ തീരത്ത് വെച്ച് തന്നെയാണ് നാവിക ദിനത്തിന്റെ ആഘോഷം നടക്കുന്നത്. ഈ 2020 ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളി അവാർഡ് ലഭിച്ചത് മട്ടന്നൂർ ശങ്കരൻകുട്ടിക്കാണ് കേട്ടോ. ആർക്കാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടിക്കാണ് 2020 ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളി അവാർഡ് ലഭിച്ചത്. ആർക്കാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടിക്ക്. ഇനി 2026 ഗ്ലോബൽ ബിഗ് ക്യാറ്റ് ഉച്ചകോടിക്ക് വേദിയാവുന്നത് ന്യൂഡൽഹിയാണ് കേട്ടോ. എവിടെയാണ്? ന്യൂഡൽഹിയാണ് ഗ്ലോബൽ ബിഗ് ക്യാറ്റ് ഉച്ചകോടി 2026 വേദിയാവുന്നത്. 2026 ഗ്ലോബൽ ബിഗ് ക്യാറ്റ് ഉച്ചകോടിക്ക് വേദിയാവുന്നത് ന്യൂഡൽഹി. ചൊവ്വയിലെ അന്തരീക്ഷത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നാസ ആരംഭിക്കുന്ന പുതിയ ദൗത്യമാണ് എസ്കേപ്പ് പാഡ്. എന്താണ്? എസ്കേപ്പ് പാഡ് ആണ് ചൊവ്വയിലെ അന്തരീക്ഷത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നാസ ആരംഭിക്കുന്ന പുതിയ ദൗത്യം. എന്താണ്? എസ്കേപ്പ് പാഡ്. 2025 നവംബറിൽ കാശ്മീരിലെ കുപ്വാരയിൽ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ പിമ്പിൾ. എന്താണ്? പിമ്പിൾ. 2025 നവംബറിൽ കാശ്മീരിലെ കുപ്വാരയിൽ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ പിമ്പിൾ. ഇനി ഇന്ത്യയിലെ ആദ്യ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്ന എവിടെയാണ്? മൈസൂരാണ് കേട്ടോ. മൈസൂരാണ് സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്ന എവിടെയാണ്? മൈസൂരാണ് കേട്ടോ വരുന്നത്. മൈസൂരാണ് ഇന്ത്യയിലെ ആദ്യ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത്. ഇനി 2025 നവംബറിൽ ഇന്ത്യൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും സംയുക്തമായി നടത്തിയ തീരദേശ സുരക്ഷാഭ്യാസം എന്താണ്? സാഗർ കവച് ആണ് കേട്ടോ. എന്താണ്? സാഗർ കവച് ആണ് 2025 നവംബറിൽ ആരൊക്കെ തമ്മിൽ നടത്തിയത്? നാവികസേനയും കോസ്റ്റ് ഗാർഡും സംയുക്തമായി നടത്തിയ തീരദേശ സുരക്ഷാഭ്യാസം. എന്താണത്? ആ സാഗർ കവച് ആണ് കേട്ടോ. സാഗർ കവച് ആണ് നാവികസേനയും കോസ്റ്റ് ഗാർഡ്. അത് മറക്കില്ല. ആരൊക്കെ തമ്മിലാണ്? നാവികസേനയും കോസ്റ്റ് ഗാർഡും തമ്മിലാണ് കേട്ടോ. ഇനി ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കുമായി കരാറിൽ ഒപ്പുവെച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് മഹാരാഷ്ട്രയാണ് കേട്ടോ. മഹാരാഷ്ട്രയാണ് ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കുമായിട്ട് കരാറിൽ ഒപ്പുവെച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ മഹാരാഷ്ട്രയാണ്. ഈ 2020 മികച്ച വാക്കായി കോളിൻസ് ഡിക്ഷണറി തിരഞ്ഞെടുത്ത ഏതാണ്? വൈബ് കോഡിംഗ്. എന്താണ്? വൈബ് കോഡിംഗ് ആണ് 2020 മികച്ച വാക്കായി കോളിൻസ് ഡിക്ഷണറി തിരഞ്ഞെടുത്തത്. ഏതാണ്? കോളിൻസ് ഡിക്ഷണറി. ഈ 2020 വേർഡ് ഓഫ് ഇയറായി കാംബ്രിഡ്ജ് ഡിക്ഷണറി തിരഞ്ഞെടുത്തത്. എന്താണ്? കാംബ്രിഡ്ജ് ഡിക്ഷണറി തിരഞ്ഞെടുത്തത് ഏതാണ്? പാരാസോഷ്യൽ. എന്താണ്? പാരാസോഷ്യൽ ആണ് കോംബ്രിഡ്ജ് തിരഞ്ഞെടുത്തത്. ഇനി മികച്ച വാക്കായിട്ട് കോളിൻസ് ഡിക്ഷണറി തിരഞ്ഞെടുത്തത് ഏതാണ്? അത് വൈബ് കോഡിംഗ് ആണ്. ഇത് മാറിപ്പോകരുത്. അത് ആരൊക്കെയാണ്? കോളിൻസ് ഡിക്ഷണറി ആണെങ്കിൽ വൈബ് കോഡിങ്ങും കാംബ്രിഡ്ജ് ഡിക്ഷണറി ആണെങ്കിൽ പാരാസോഷ്യലും ആണ് കേട്ടോ. അത് മറന്നു പോകട്ടോ. അത് തമ്മിൽ മാറിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അത് മാറിപ്പോകരുത്. അപ്പം ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയർ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് അവസരങ്ങളാണ് ഇപ്പൊ നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. PSC ഒരുപാട്, അതായത് PSC നോക്കുന്നവർക്ക് 2026 എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർഷമാണ്. കാരണം ഇഷ്ടം പോലെ അവസരങ്ങളാണ് നടക്കുന്നത്, ഇഷ്ടം പോലെ എക്സാമുകളുണ്ട്. അപ്പൊ ആരും മടി കാണിച്ചിരിക്കാതെ നന്നായിട്ട് പഠിക്കുക കേട്ടോ. താങ്ക് യു.